ബിഗ് ബോസ് മലയാളം സീസൺ 7 അക്ബറും നെവിനും സാബുമോനും കൂടെ ഇരിക്കുകയാണ്. അപ്പോൾ അക്ബർ പറയുകയാണ്, ബിഗ് ബോസ് ഇങ്ങനെ ഡ്രാമ കളിക്കരുതെന്നും പറഞ്ഞ് 1 മിനിറ്റ് കഴിഞ്ഞ ഉടനെ പുള്ളി ഇങ്ങനെ വീഴുമായിരുന്നു. അപ്പം ഞാനോർത്ത് അത് പുള്ളി അഭിനയിച്ചാണ്, ഈ വീട്ടിലെല്ലാവരും ഡ്രാമ കളിക്കുമല്ലോ, അപ്പോൾ അതായിരിക്കുമെന്ന് ഓർത്ത്. കാരണം ഇവൻ പാലിൻ്റെ ആ ബോട്ടിൽ കൊണ്ട് എറിഞ്ഞപ്പോഴാണ് ബിഗ് ബോസ് അങ്ങനെ പറഞ്ഞത്, അപ്പോഴാണ് വീഴുന്നത്. ഇപ്പോൾ സാബുമോൻ പറയുന്ന അവരെല്ലാം പറഞ്ഞായിരുന്നു വീണ് കിടന്നപ്പോഴും നിങ്ങൾ ഡ്രാമ കളിക്കുവാണെന്ന് പറഞ്ഞെന്ന്. അവനില്ല, അങ്ങനെ പറഞ്ഞില്ല, ആ ടൈമിന് ഇങ്ങനെ പെട്ടെന്ന് വീഴലും ആ സെക്കൻഡിലാണ് പറഞ്ഞതെന്ന് പറയുന്നത്. അപ്പം നെവിൻ എന്ന് പറയുന്ന വിഷം പറയുവാണ്, അത് നീ അവരൊക്കെ പറയുന്നത് എന്തിനാടാ വിശ്വസിക്കുന്നതെന്ന് പറയുന്നു. കാരണം അത്ര ശക്തിയായിട്ട് ഒരാളെ എറിഞ്ഞ് ആശുപത്രിയിലാക്കിയിട്ടും ഇരുന്ന് ന്യായീകരിക്കുകയാണ്. അപ്പോൾ അക്ബർ പറയുന്നുണ്ട്, സ്വാഭാവികമായിട്ടും നീയാണ് അത് പ്രശ്നം ഉണ്ടാക്കിയത്. നെവിനോട് പറയുന്നത്, ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നീയാണ് അതിൽ കയറി പിടിച്ച് അദ്ദേഹത്തെ എറിഞ്ഞത് എന്ന് അക്ബർ പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ നെവിൻ മിണ്ടാതിരിക്കുകയാണ്. ഇതുപോലെ വൈകുന്നേരവും ലൈവിൽ നെവിൻ ഇങ്ങനെ ആ ഷാനവാസ് കോനവാസ് എന്നൊക്കെ പറഞ്ഞ് പുള്ളിയെ കുറേ പറയുന്നുണ്ടായിരുന്നു. അപ്പോഴും പിന്നെ ഒരാൾക്ക് അസുഖമായി ഹോസ്പിറ്റലിലാവുമ്പം എത്ര ശത്രുവാണേലും നമ്മൾ അദ്ദേഹത്തിനൊന്നും വരരുതേ എന്നൊരു പ്രാർത്ഥനയുണ്ട്. ഈ വിഷയം അതല്ല, പുള്ളിയെ കുറ്റം പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ പറയുകയാണ്, അക്ബറിൻ്റെ വാക്ക് കേട്ടിട്ട് പറയുകയാണ്, എനിക്ക് പല പ്രാവശ്യം ഇയാളെ പിന്നെ നല്ലത് കൊടുക്കണമെന്ന് ഓർത്തിട്ടുണ്ട്, ചൂലെടുത്ത് തലയ്ക്ക് അടിക്കണമെന്ന് വരെ ഓർത്തിട്ടുണ്ടെന്ന് ഈ ഒരു മനസാക്ഷി ഇല്ലാതെ സംസാരിക്കുകയാണ് ഈ നെവിൻ എന്ന് പറയുന്ന വിഷമെന്ന് തന്നെ പറയാം. കാരണം ഒരാൾക്ക് ഇത്രയും സീരിയസ് ഒരാളെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കിയത് തൻ്റെ കുറ്റമായിട്ട് പോലും ന്യായീകരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇത്രയും നാളും ജനങ്ങളുടെ സപ്പോർട്ട് നേടി നിന്നത്. ആ ജനങ്ങൾ തന്നെ ഇപ്പോൾ ഒരുപാട് വെറുക്കുന്നുണ്ടാവും ഈ ഒരു വ്യക്തിയെ. ഇത്രയും സീസണിൽ വെച്ച് ഏറ്റവും മോശമായ ഒരു ക്യാപ്റ്റനായിരുന്നു നെവിൻ. നെവിൻ മാത്രമല്ല, 3 പേരും, അക്ബർ, ആര്യൻ, നെവിൻ, അവർ 3 പേരും കൂടെ ഒത്തു കളിച്ചിട്ട് ഫുഡ് കൊടുക്കാതിരിക്കുക, എന്തൊക്കെ മോശം പ്രവൃത്തിയാണ് ബിഗ് ബോസ് ഈ 2 ദിവസം അവർ കാണിച്ച് കൂട്ടിയത്. അങ്ങനെ ഒരാളെ ഹോസ്പിറ്റലിലും ആക്കി. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.